നമസ്കാരം. ഈഞ്ചക്കലിലെ ഡാൻസ് ബാറിൽ നടന്ന ഗുണ്ടാ സംഘങ്ങളുടെ ഏറ്റുമുട്ടലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ ഓംപ്രകാശിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഫോർട്ട് പോലീസാണ് ഇയാളെ പിടികൂടിയത്. കഴക്കൂട്ടത്തെ ഫ്ളാറ്റിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. ഓംപ്രകാശിനൊപ്പം 11 പേരും പിടിയിലായിട്ടുണ്ട്. ഹോട്ടലിൽ നടത്തിയ DJ പാർട്ടി തടസ്സപ്പെടുത്തിയതാണ് സംഘർഷത്തിന് വഴിവെച്ചത്. ബാറിലെ കശപശയുടെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ കരുതിക്കൂട്ടിയ ഏറ്റുമുട്ടലാണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാകുന്നത്. DJ പാർട്ടിയിൽ നൃത്തം ചവിട്ടുന്നവർക്കിടയിലൂടെ നടന്നുപോയ ഓംപ്രകാശിനെ എതിരാളികളായ എയർപോർട്ട് സാജന്റെ സംഘത്തിൽപ്പെട്ടവർ പിന്നിൽ നിന്ന് തള്ളുന്നത് ദൃശ്യങ്ങളിൽ കാണാം. എയർപോർട്ട് സാജന്റെ മകൻ ഡാനിയാണ് DJ പാർട്ടി നയിക്കുന്നത്. നൃത്തം ചെയ്യുന്നവർക്കിടയിലൂടെ നടന്നു പോകുന്ന ഓംപ്രകാശിനെ സാജന്റെ ഗുണ്ടാ സംഘത്തിലുള്ളവർ 2 തവണ പിന്നിൽ നിന്ന് പിടിച്ചു തള്ളുന്നതാണ് കാണുന്നത്. തിരിഞ്ഞു നോക്കുന്ന ഓംപ്രകാശ് പ്രതികരിക്കാതെ കടന്നു പോവുകയാണ്. ഈ സമയം ഓംപ്രകാശിനെ തള്ളിയ ആളെ ബാറിലെ സുരക്ഷാ ജീവനക്കാരൻ പിടിച്ചു വലിക്കാൻ നോക്കുന്നത് ഡാനി തടയുന്നുണ്ട്. സാജന്റെ സംഘത്തിലെ 20ഓളം പേർ വളഞ്ഞതോടെ ഓംപ്രകാശ് പുറത്തേക്ക് പോയി. ഈ സമയം ഓംപ്രകാശിന് പിന്നിലൂടെ വന്ന സുഹൃത്ത് നിതിനെ സാജന്റെ സംഘം ഷർട്ടിൽ കുത്തിപ്പിടിക്കുകയും കുപ്പി ഗ്ലാസ് വലിച്ചെറിയുകയുമായിരുന്നു. കേസിൽ ഓംപ്രകാശും എയർപോർട്ട് സാജനും മകൻ ഡാനിയും അടക്കം 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സാജന്റെ സംഘത്തിലുള്ള അരുൺ, ജോസ് ബ്രിട്ടോ, സജിത്, സൗരവ്, രാജേഷ്, ബിജു എന്നിവരെയാണ് ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗുണ്ടാ സംഘങ്ങൾ 2 മണിക്കൂറോളം ക്യാമ്പ് ചെയ്ത് വെല്ലുവിളി തുടർന്നിട്ടും ബാർ അധികൃതർ പോലീസിനെ അറിയിച്ചില്ല. വെള്ളിയാഴ്ച രാത്രി നടന്ന സംഭവത്തിൽ ഞായറാഴ്ച രാവിലെയാണ് ഫോർട്ട് പോലീസ് കേസെടുത്തത്. ഏറ്റുമുട്ടലിനെക്കുറിച്ച് ശനിയാഴ്ച രാവിലെ തന്നെ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് വിവരങ്ങൾ നൽകിയിരുന്നു. ഗുണ്ടാ പോര് പുറത്തായാൽ വിവാദമാകുമെന്ന് കണ്ട് പോലീസ് സംഭവം രഹസ്യമാക്കി. ഞായറാഴ്ച ഇത് വാർത്തയായതിനൊടുവിൽ ബാർ മാനേജരെ കണ്ട് പരാതി വാങ്ങി കേസെടുക്കുകയായിരുന്നു. ഓംപ്രകാശ്, എയർപോർട്ട് സാജൻ, ഡാനി, നിതിൻ എന്നിവരടക്കം 75ഓളം പേർക്കെതിരെയാണ് കേസ്. അടിപിടിക്കും ബാറിലെ DJ പാർട്ടി തടസ്സപ്പെടുത്തി നാശനഷ്ടം വരുത്തിയതിനുമാണ് കേസ്. ബാർ മാനേജർ നൽകിയ പരാതിയിലാണ് നടപടിയെന്ന് പോലീസ് പറഞ്ഞു. സാജന്റെ മകനും ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ ഡാനി നടത്തിയ DJ പാർട്ടി ഓംപ്രകാശ് തടസ്സപ്പെടുത്തിയതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഇവർ തമ്മിലുള്ള കുടിപ്പകയുടെ തുടർച്ചയാണ് ഏറ്റുമുട്ടൽ. എയർപോർട്ട് സാജന്റെ മകനായ ഡാനിയാണ് ഓംപ്രകാശിന്റെ എതിർചേരി ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. അപ്രാണി കൃഷ്ണകുമാർ വധക്കേസിൽ ഓംപ്രകാശിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചതോടെയാണ് തലസ്ഥാനത്തെ ഗുണ്ടാ ഏറ്റുമുട്ടലിന് ഒരു പരിധിവരെ അറുതിയായത്. ഓംപ്രകാശിന്റെ അസാന്നിധ്യത്തിൽ അതുവരെ ഭയന്നു നിന്നവർ പലരും സ്വന്തം സംഘത്തെ വളർത്തി. എയർപോർട്ട് സാജനൊപ്പം മകൻ ഡാനിയും വളർന്നു. നഗരത്തിലെ ഹോട്ടലുകളിൽ DJ പാർട്ടികൾ സംഘടിപ്പിക്കുന്ന ഡാനി വാർത്തയിൽ ഇടം പിടിച്ചത് സ്വന്തം സുഹൃത്തിനെ ക്രൂരമായി പീഡിപ്പിച്ച് കാല് പിടിപ്പിക്കുന്ന വീഡിയോയിലൂടെയാണ്. ഡാനിയുടെ സംഘം ഉപേക്ഷിച്ചതിനായിരുന്നു വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. ഈ കേസ് ഒഴിച്ചു നിർത്തിയാൽ ഡാനി മറ്റു കേസുകളിലൊന്നും പ്രതിയല്ല. അപ്രാണി കേസിൽ ഹൈക്കോടതി ശിക്ഷ റദ്ദാക്കിയതോടെ ഓംപ്രകാശ് വീണ്ടും കളത്തിലിറങ്ങി. 2ാം വരവിൽ ഓംപ്രകാശ് തന്റെ ശൈലി തന്നെ മാറ്റിയിരുന്നു. നേരിട്ട് ഇടപെടൽ നടത്താതെ റിയൽ എസ്റ്റേറ്റിലും മറ്റ് ബിസിനസ്സുകളിലുമാണ് ഓംപ്രകാശ് കളം നിറഞ്ഞത്. റിയൽ എസ്റ്റേറ്റ് ഇടപാടും വൻകിട ഹോട്ടലിലെ DJ പാർട്ടികളുമായിരുന്നു പ്രധാന വരുമാന മാർഗം. പരസ്യമായ കൊട്ടേഷൻ ഇടപാടുകളില്ലായിരുന്നു. പാറ്റൂരിൽ കഴിഞ്ഞ വർഷം റിയൽ എസ്റ്റേറ്റ് വ്യവസായിയായ നിതിനെ ഓംപ്രകാശിന്റെ സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. റിയൽ എസ്റ്റേറ്റ് ഇടപാടിൽ പങ്കാളികളായി നിതിനും ഓംപ്രകാശും തമ്മിൽ പണം പങ്കുവെക്കുന്നതിൽ തർക്കമുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായി ഓംപ്രകാശിന്റെ സംഘത്തെ നിതിന്റെ കൂട്ടാളികൾ ആക്രമിക്കുകയും ഒളിവിൽ പോവുകയും ചെയ്തു. അക്രമി സംഘത്തിന് അന്ന് ഒളിത്താവളം അടക്കമുള്ള സഹായം ചെയ്തത് ഡാനിയാണ്. കേസിൽ ഒളിവിലായിരുന്ന ഓംപ്രകാശിനെ ഗോവയിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. പിന്നാലെ കൊച്ചിയിൽ വൻകിട ഹോട്ടലിലെ ലഹരി പാർട്ടിയുടെ പേരിലും ഓംപ്രകാശ് പിടിയിലായി. കഴിഞ്ഞ ഏതാനും കാലമായി എയർപോർട്ട് സാജന്റെ മകൻ ഡാനിയാണ് തലസ്ഥാനത്തെ DJ പാർട്ടികളുടെ പ്രധാന സംഘാടകൻ. ഇതിനിടയിൽ DJ പരിപാടികളുമായി ഓംപ്രകാശ് തലസ്ഥാനത്ത് സജീവമാണ്. ഈഞ്ചക്കലിലെ ഡാനി സംഘടിപ്പിച്ച DJ പാർട്ടിയിലേക്ക് ഓംപ്രകാശ് എത്തി സംഘർഷമുണ്ടാക്കിയത് ഏത് സാഹചര്യത്തിലാണ് എന്നതാണ് പോലീസ് പരിശോധിക്കുന്നത്. ഗുണ്ടകൾ തമ്മിലുള്ള പഴയ കുടിപ്പകയുടെ തുടർച്ചയാണോ പ്രശ്നമെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം ഈഞ്ചക്കൽ സംഭവത്തിൽ ഓംപ്രകാശിന് രക്ഷപ്പെടാൻ ചില പോലീസ് ഉദ്യോഗസ്ഥർ അവസരം ഒരുക്കിയെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിലെ ഉള്ളടക്കം. ഡാനി തലസ്ഥാനത്തെ ബാറുകളിൽ ഷോ നടത്താൻ തുടങ്ങിയതാകാം ഓംപ്രകാശിനെ ചൊടിപ്പിച്ചതെന്നാണ് സൂചന.